വിരുന്നുകാരെന്ന് പറഞ്ഞ ആര് ഈ പടിക്ക് വന്നാലും നമ്മൾ ഈ പുരയുടെ അകത്തോട്ട് കയറ്റൂല. അതെന്താ? നിങ്ങൾക്ക് നമ്മളോട് പെരുത്ത സ്നേഹം ഉണ്ടായിട്ടല്ലേ നിങ്ങൾ നമ്മുടെ ഫോട്ടോ പേഴ്സണായിട്ട് വെച്ചോണ്ട് നടക്കണേ? എടി, എന്തെങ്കിലും എടുങ്ങേറായിട്ടുള്ള പ്രശ്നങ്ങളിൽ പെട്ട ആകെ ചുറ്റിത്തിരിഞ്ഞ് നട്ടം കറങ്ങി അലാക്കിന്റെ അവലും കഞ്ഞി പരുവത്തിൽ ഇരിക്കുന്ന സമയത്ത് നിന്റെ ഈ ഫോട്ടോ എടുത്ത് വെച്ച് നോക്കുമ്പോ നമുക്ക് ഒരാശ്വാസം കിട്ടും. അതല്ലെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പെടുമ്പോ ആണുങ്ങൾക്ക് ഭാര്യമാരുടെ ഫോട്ടോ നോക്കിയ ഒരു ആശ്വാസം തന്നെയാ. അങ്ങനത്തെ ആശ്വാസം അല്ല മോളെ ഇത്. ഇതിലും വലിയ പ്രശ്നമല്ലല്ല അത് എന്ന് ഓർക്കുമ്പോഴുണ്ടാവുന്ന ഒരാശ്വാസം. അതുകൊണ്ടല്ലേ പുള്ളേ എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരുടെ ഫോട്ടം പേശിക്കൊണ്ട് നടക്കണത്. ഈ മനുഷ്യ നിങ്ങൾ നമ്മളെ ഇടങ്ങേറാക്കാൻ പറയണല്ലേ? ഇല്ല, നിങ്ങൾക്ക് നമ്മളോട് സ്നേഹമുണ്ട്. നിങ്ങൾ ഓർക്കണം, എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ ഞാൻ കൊടുത്തിരുന്ന സാരി നിങ്ങൾ ഓർക്കണം. പിന്നെ തീവണ്ടിക്ക് തലവെക്കാൻ പോകുമ്പോ വന്നത് KK എക്സ്പ്രസ് ആണോ, മദ്രാസ് മെയിൽ ആണോ, ജയന്തി ജനതയാണോ എന്നൊക്കെ ആരെങ്കിലും നോക്കുവാടി. നിങ്ങൾ വലിയ വർത്താനൊന്നും പറയണ്ട. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് നിങ്ങൾ നമ്മൾ എവിടെയെങ്കിലും ഒരു ടൂറിന് കൊണ്ടുപോയിട്ടുണ്ടോ? നിനക്കിപ്പോ ടൂറിന് പോകാഞ്ഞിട്ട് അല്ലെങ്കിൽ തന്നെ നിന്റെ ബന്ധുക്കാർ ഓരോരുത്തർ വിരുന്നുകാരാന്നും പറഞ്ഞ് വന്നിരുന്ന് കുത്തിയിരുന്ന് നമ്മളെ മുടിപ്പിച്ചിട്ട് പോണല്ലേടി. എന്റെ ആങ്ങളുടെ മോൻ വരുമെന്ന് കമ്പി അടിച്ചായിരുന്നു. അവൻ ഈ പടി ചവിട്ടിട്ടുണ്ടെങ്കിൽ ആ കമ്പി എടുത്ത് അവന്റെ വിരുന്നുകാരെ കൊണ്ട് വലിയ തൊല്ലായില്ല. അല്ലെങ്കിൽ എന്റെ ആരെങ്കിലും വരുമ്പോ നിങ്ങൾക്ക് ഭ്രാന്താ. എടി, ആ ഹിമാറ് വന്ന് കേറി കഴിഞ്ഞാൽ ഭയങ്കര ചെലവാണ്. പണ്ടരടങ്ങനായിട്ട് നാശപ്പെടുന്ന പോവുകയില്ല. വടച്ചോനെ, അവന്റെ കാര്യം പറഞ്ഞ് നാക്ക് വളച്ചു കൂട്ടി അവർക്ക് കിട്ടുള്ളൂ. അപ്പോഴത്തേന് നീർക്കോലി എത്തി. എനിക്ക് ചായ കുടിക്കാതെ പോകാൻ പറ്റത്തില്ലല്ലോ. അത് ശരി. എന്നാ പാത്തുമ്മ പെട്ടെന്ന് ചായ എടുത്തു. അവര് പെട്ടെന്ന് പോകാനുള്ള അങ്ങനെ പറയല്ലേ. പിന്നെ ഉച്ചക്ക് വെക്കുന്ന ചോറ് കൂടി തിന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകും. എന്നാ പാത്തുമ്മ പെട്ടെന്ന് ചോറുണ്ടാക്കുക. അവര് ചോറുണ്ടിട്ട് പോയിട്ട് വേറെ കാര്യമുണ്ടെന്ന് എന്ന് പറഞ്ഞ വൈകുന്നേരം ഉണ്ടാക്കുന്ന ബിരിയാണി പിന്നെ ആര് ചെയ്യും? എന്നാ പെട്ടെന്ന് കോയിനെ വെട്ടിയിട്ട് ബിരിയാണി ഉണ്ടായി കൊടുക്കും പാത്തുമ്മ. അവന് പോണോന്ന്. അല്ല, എനിക്കറിയാൻ മേലെ ചോദിക്കാം. എന്നെ പറഞ്ഞുവിടാൻ മാമക്കന്നെ ഇത്ര ധൃതി. എടാ, നിന്നെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളൂല. അത് തന്നെ. ഇവനിപ്പോ എന്ത് ചെയ്തെന്ന് എങ്ങനെ പറയണേ? നിനക്ക് അറിയാൻ പാടില്ലായിട്ടാണ്. എടാ, നീ അപ്പുറത്തെ വീട്ടിലെ റസിയോട് എന്തോ വേണ്ടാതിനെ പറഞ്ഞിട്ട് നീ അവിടെ മാപ്പ് പറയാൻ ചെന്നാർന്നാ? എടാ, മാപ്പ് പറയാൻ ചെന്ന ഒരാളെ എന്തിനാണ് പിന്നെ അവരെ കൂടിയിട്ട് തല്ലിയത്? അത് പിന്നെ ഒരു അക്ഷരത്തെറ്റ് പറ്റിയതാ. എന്തെന്ന്? കുട്ടി എന്നോട് പൊറുക്കണമെന്ന് പറഞ്ഞത് കുട്ടി എന്റെ കൂടെ പൊറുക്കണമെന്നായി പോയി എന്റെ മാമ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവനെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളൂലെന്ന്. നീ കിട്ടുന്ന വണ്ടിക്ക് വിട്ടോ. നീ കയറിപ്പോടിയകത്ത്. എടാ, മാമ എനിക്ക് വാങ്ങി തരാന്ന് പറഞ്ഞ കവാസാക്കി ബൈക്ക് ഇട്ടാണ്ട് ഞാൻ ഇവിടുന്ന് പോകൂല. അടുത്ത ചിലവ് നിനക്ക് എന്തിനാണ് ഇപ്പൊ കവാസാക്കി ബൈക്ക്? എടാ, നിനക്ക് പടച്ചോൺ എന്തിനാണ് രണ്ട് കാല് വന്നേക്കണത്? ഒരു കാല് ബ്രേക്ക് ചവിട്ടാനും ഒരു കാല് ഗിയർ മാറാൻ. നീ ബൈക്കിന്റെ കാല് ഇവിടെ മുണ്ടിപ്പോകരുത്. എടാ, റസാക്ക് ഒരു കവാസാക്കി എടുത്തിട്ടുണ്ടായ പുകിൽ എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയാമോടാ? ചോദിക്കണോന്ന് വിചാരിച്ചാണ്. എന്താണ് എന്റെ കരണത്തൊരു നീര്? അതൊരു ഉമ്മ തന്നതാ. ഒരു ഉമ്മ തന്നെ അങ്ങനെ
നീര് വരുവാടാ? ആ ഉമ്മ അല്ല, പിന്നെ അപ്പുറത്തെ ഐഷയുടെ ഉമ്മ എന്റെ കർണത്തിട്ടൊന്ന് തന്നതാ. ഇതാണ് ഞാൻ പറഞ്ഞത്, എന്നെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളൂല. നീ എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് പോയിക്കൊള്ളണം. പോയിക്കോടാ അവിടുന്ന്. ഞാൻ പോവൂല. നീ പോവില്ല? എന്റെ മാമൻ എന്നെ തല്ലി കൊന്നാലും ഞാൻ പോവും. അപ്പൊ നീ പോവില്ല അല്ലേ? ഇല്ല, പോവൂല. എങ്കിൽ ഞാനും ഒരെണ്ണം തരും. എന്ത്? ഉമ്മ. എന്റെ ഉമ്മ. ഇക്കാ. പടച്ചോനെ, എന്താണ് പാത്തുമ്മ? എന്ത് പറ്റി? അതോ ആകെ ഇടങ്ങേറായി. എന്താണ്? നമ്മുടെ മൂത്തുമ്മ, മൂത്താപ്പ, മൂത്തുമ്മയുടെ മോളും കെട്ടിയവരും എല്ലാം കൂടി ഇങ്ങോട്ട് വരുന്നതാ. ഇപ്പൊ ഫോൺ വന്നു. ഓ ദേ പിന്നെയും പറഞ്ഞ വിരുന്നുകാരി. ഇതാകെ ഇടങ്ങേറാവൂല്ല. ഇനി ഈ ചെലവും കൂടി നമ്മൾ എങ്ങനെ താങ്ങൂടി പാത്തുമ്മ? ഇനി ഈ വീട്ടിൽ ഒരു സാധനം ഉണ്ടാവില്ല. ഒക്കെ അവറ്റകൾ തിന്നു തീർക്കും. ആ പാത്തുമ്മ, നമുക്കൊരു പണിയാടി. എന്താ മനുഷ്യനെ? നമുക്ക് രണ്ടുപേർക്കും ചിക്കൻ ബോക്സ് വന്നു. ഒന്നോ എപ്പോ? എടി പട, അതല്ലെന്ന്. നമുക്ക് രണ്ടുപേർക്കും ചിക്കൻ ബോക്സ് വന്നിട്ട് നമ്മൾ ഇന്ന് കുളിച്ചേ ഉള്ളു. ഈ വീട്ടിൽ ആരെങ്കിലും വന്നാൽ അവർക്കത് പകരും എന്ന് പറഞ്ഞ് നമ്മൾ അവരെ പേടിപ്പിക്കണം. മനസ്സിലായ? മനസ്സിലായി. നമുക്ക് രണ്ടുപേർക്കും ചിക്കൻ ബോക്സ് വന്നിട്ട് നമ്മൾ ഇന്ന് കുളിച്ചേ ഉള്ളു. 4 ദിവസത്തിനുള്ളിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് പകരും എന്നൊക്കെ പറഞ്ഞ് അവരെ അങ്ങോട്ട് പേടിപ്പിച്ചേക്കണം. അപ്പൊ അവര് തിരിച്ചു പോക്കോളും. മനസ്സിലായ?